എന്തിനാ മേജർ രവിയുടെ അത് കഴിഞ്ഞ് മേജർ രവി കഴിഞ്ഞാൽ മേജർ രവി എന്തെങ്കിലും കൂടെ പറയാനുള്ള ഞാൻ തിരിച്ചും പറഞ്ഞു. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗുണ്ട എന്നെ പറ്റി പറയണം. ഓക്കെ, മൊത്തം നോക്കി പറയാനുള്ളത് ഡോണ്ട് യൂസ് കെമിക്കൽസ്, നെവർ ടച്ച് കെമിക്കൽസ്, ഇറ്റ് വിൽ കിൽ യു. അതിന്റെ മുകളിലോട്ട് ഒന്നും പറയാനില്ല. ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ മാത്രമല്ല, മേജർ രവിയും രവി സാറും ഒരു വളരെ മോശം ഒരു അലിഗേഷൻ സുനിലേട്ടനെതിരെ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? കാസ്റ്റിംഗ് കോൾ എന്ന രീതിയിൽ അതാണ് ഇതാണെന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ല, അത് ഞാനൊരു തിരിച്ചങ്ങോട്ട് കൊടുക്കുകയും ചെയ്തല്ലോ. കാസ്റ്റിംഗ് കോളിനെ പറഞ്ഞ പ്രൂവ് ചെയ്ത ഒരു 25 lakhs തരാം, ഇല്ലെങ്കിൽ എനിക്കൊരു 1 ലക്ഷം തരാൻ പറ്റും. അതിനാ വേണ്ടിട്ട് ഒരു സ്ത്രീലംബടനാണെന്നുള്ള രീതിയിൽ വളരെ അതാണ് അങ്ങനെ പറയുന്നവർ മുഖത്ത് നോക്കിയാൽ പറയണം. അവന്റെ പെങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമ്പം എന്തായിരിക്കും പറയണത്? അത്രയുള്ളവരത്ത് പറയാനുള്ളത്. ആരെങ്കിലും പെണ്ണുങ്ങളായിട്ടൊന്ന് ഇരുന്നാലോ, ഞാൻ അങ്ങനെ ആരെങ്കിലും പെണ്ണുങ്ങളായിട്ട് ഇരിക്കുമ്പോ ഫോട്ടോ ഇടുവോ? അതെ അതെ, നെഗറ്റീവ് ആണെങ്കിൽ ആരെങ്കിലും ഇടുവോ? നമ്മള് എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഇട്ട് എന്നാ കണ്ടോ, നോ പ്രോബ്ലംസ്. തലവൻ എന്നൊരു പേര് കൂടി പലരും ചാർജ് തരാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ആരും ഇടി കൊടുക്കുന്നുണ്ടോ? ഇന്നൊരു ഇടിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുകയാണ് ഒരാൾക്കിട്ട് ഒരു ഇടി കൊടുക്കണ്ടോ? കൺഫേം. കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതൊന്നും ബിജമലായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ബിജമലയുടെ വീട്ടിലാണ് സ്ഥിരം പോകുന്നത്. സ്റ്റെപ്പ് ബ്രദർ എൻ്റെ പാർട്ണറായി. ബിജമല ഞങ്ങളുടെ റേസിംഗ് അസോസിയേഷന്റെ ചെയർമാൻ ആയിരുന്നു. ഞങ്ങൾ 16 പേരായിരുന്നു മെമ്പർ. യാതൊരു അതിനകത്തൊരു ഇല്ലീഗലായിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞങ്ങൾ എൻജോയ് ചെയ്യണു, അത് നമ്മള് എടുത്ത് റീലായിട്ട് ഇട്ടു, അതല്ലേ. അല്ലാതെ നമ്മളൊരു we are not doing any gundism or any negativity, or we are not telling against anyone. We are just having our fun. അത്രേ ഉള്ളൂ. അതും പബ്ലിക്കിന് വേണ്ടി കാണാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരോട് അതും ചെയ്യാൻ പറയുന്നുമില്ല. അതെ, ജീവിതത്തിൽ എന്താ അതുപോലെ എന്തെങ്കിലും ശത്രുക്കളും എല്ലാം തോന്നിയിട്ടുണ്ടോ? നമുക്കാരോട് ശത്രുതയില്ല, പക്ഷെ നമ്മളോട് പലരും ശത്രുത കാണിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇപ്പൊ വരുന്ന അലിഗേഷൻസ് കേൾക്കില്ലല്ലോ. അതൊന്നും കേൾക്കാൻ പോകുന്നില്ല, നമ്മുടെ രോമത്തിൽ തൊട്ടില്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ സോഷ്യൽ മീഡിയ പറയുന്നത് എന്താ, ഈ സോഷ്യൽ മീഡിയ പറയുന്ന മാത്രമല്ല, മേജർ രവിയും രവി സാറും ഒരു വളരെ മോശം ഒരു അലിഗേഷൻ എന്താ സുനിലേട്ടനെതിരെ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? അതായത് എന്താ കാസ്റ്റിംഗ് കോൾ എന്ന രീതിയിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ല, അത് ഞാനൊരു തിരിച്ചങ്ങോട്ട് കൊടുക്കുകയും ചെയ്തല്ലോ. എന്തായിരുന്നു പറഞ്ഞത്? കാസ്റ്റിംഗ് കോളിനെ പറഞ്ഞ പ്രൂവ് ചെയ്ത ഒരു 25 lakhs തരാം, ഇല്ലെങ്കിൽ എനിക്കൊരു 1 ലക്ഷം തരാൻ പറ്റും. അതിനാ വേണ്ടിട്ട് അതോടുകൂടി ആ പരിപാടി ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് കാണിച്ചു വരില്ലേ? പിന്നെന്താ, ഇല്ലടോ ഞാൻ ചെയ്യില്ല. ഞാൻ ഈ പറയുന്ന സിനിമയ്ക്ക് പോലും, ഞാൻ ഈ ചെയ്യുന്ന സിനിമയിൽ പോലും ഐ നെവർ ഒരു ക്യാരക്ടർ, അത് പ്രൊഡ്യൂസറുടെ പണിയല്ല, അത് ഡയറക്ടറാണ്. ആ ക്യാരക്ടറിലേക്ക് ആര് വേണം, എന്ത് വേണം, നോ. പിന്നെ പ്രൊഡ്യൂസറിനൊക്കെ ചെറിയ നമ്മുടെ ഈ പൈസ മുടക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ വേണമെങ്കിൽ പറയാം എന്നുള്ളൂ. 100% സജസ്റ്റ് ചെയ്യാം, ബട്ട് ദാറ്റ് ഈസ് देयर ഡിസിഷൻ. സജസ്റ്റ് ചെയ്യാം. സോ അപ്പൊ അതൊക്കെ പക്ക സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞൊരു കളവ് മാത്രമാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ അതിനെ കാണാം. നമ്മളിത് പറയുമ്പം അത് പ്രൂഫ് ഉണ്ടാവണം, നമ്മളത് ബാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ വേണ്ടേ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പം, അല്ലേ? വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ പറയുമ്പോ അതൊരു, ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫോട്ടോ ഉണ്ട്, ഇതാ കാണിക്കാനുണ്ട്, കാണിക്കാനുണ്ട്, അല്ലാണ്ട് ഞാൻ വെറുതെ പറയണതല്ല. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താ വളരെ പ്രധാനപ്പെട്ട ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ചെറിയൊരു സംഗതി അല്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ആണ് ഇപ്പം സുനിലേട്ടൻ ഇത്രയും പ്രശസ്തിയായ സത്യം തന്നെ സോഷ്യൽ മീഡിയയും കൂടി ഉള്ളതുകൊണ്ടാണ്, അല്ലേ? സോഷ്യൽ മീഡിയ കൂടിയാണ് ഞാൻ കൂടുതൽ സുനിലേട്ടനെ തിരിച്ചറിയാൻ തുടങ്ങിയത്, സോഷ്യൽ മീഡിയ കൂടെ ആട്ടോ. എനിക്ക് അതിന് മുമ്പ്, കാരണം ഞങ്ങൾ കോട്ടയംകാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും സുനിലേട്ടനെ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഈ OG എന്നുള്ള ഒരു നാമകരണവും ഇങ്ങനെ സംരംഭവും കാര്യങ്ങളും ഉള്ളതെന്ന് അറിയായിരിക്കും. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ സോഷ്യൽ മീഡിയ കൂടെയാണ്. അപ്പൊ അതിൽ കൂടുതൽ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ്. അങ്ങനെയാണ് ഒരു നെഗറ്റീവ് പലരും പറഞ്ഞു കേട്ടത്, ഒരു സ്ത്രീലംബടനാണെന്നുള്ള രീതിയിലൊരു വളരെ മോശം. അതിനെന്താണ് അങ്ങനെ പറയുന്നവർ മുഖത്ത് നോക്കിയാൽ പറയാനുള്ളത്? അവന്റെ പെങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമ്പം എന്തായിരിക്കും പറയണത്? അത്രയുള്ളവരത്ത് പറയാനുള്ളത്. കറക്റ്റ് മറുപടി, അതിന്റെ മുകളിലോട്ട് ഒരു മറുപടി ഇല്ല. അതേ ഉള്ളൂ. അല്ല എങ്കിൽ പോലും ഇങ്ങനെ ഈ കമന്റോളികളോട് എന്താണ് പറയാനുള്ളത്?
വായിക്കുകയില്ല. അതൊക്കെ ബേസ് വെറുതെ ഇതിന് നമ്മുടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് എനിക്ക് വായിക്കാൻ സമയമില്ല. ഐ നെവർ. എങ്കിലും അതിൽ വേണമെങ്കിൽ ഞാൻ 1-2 കമന്റുകൾ വേണേ വായിക്കണോ? വായിച്ചാൽ വേണമെങ്കിൽ ഒരു റിയാക്ഷൻ. ഞാൻ പറയാലോ, റിയാക്ഷൻ കൊടുക്കാം. പിന്നെ ഒരു 2 കമന്റ് ഞാൻ വായിക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്? അല്ല, സുനിലേട്ടന്റെ മെയിൻ അത് എന്താണെന്നറിയാമോ? അത് എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെ പൊതുവികാരമാണെന്ന് തോന്നുന്നത്. സ്ത്രീകളുടെ കൂടെ ഒരു പുരുഷൻ നിന്ന, അത് ഭാര്യയും പെങ്ങളും അല്ലാതെ വേറെ ആര് നിന്നാലും എന്തെങ്കിലും ഒന്ന് ചൊറിയുക എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഒരു ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഒരു പൊതുബോധ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് പറഞ്ഞത്. അതാണ് മലയാളി. അത് ഭയങ്കര സങ്കടം സീനാ. ഇപ്പോഴും അതും മാറിയിട്ടില്ല. നമ്മൾ ആരെങ്കിലും പെണ്ണുങ്ങളായിട്ടൊന്ന് ഇരുന്നാലോ, അങ്ങനെ ആരെങ്കിലും പെണ്ണുങ്ങളായിട്ട് ഇരിക്കുമ്പോൾ ഫോട്ടോ ഇടുവോ? നെഗറ്റീവ് ആണെങ്കിൽ ആരെങ്കിലും ഇടുവോ? നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഇട്ട് എന്നാ കണ്ടോ, നോ പ്രോബ്ലംസ്. അപ്പുറവും ഇപ്പുറവും എങ്ങനെ ഒപ്പിക്കുന്ന ഈ പ്രായത്തിലൊന്നും ഒരുത്തും ചോദിച്ചിരിക്കുന്നതാ. മധു മേലേടത്ത് എന്താ പറയാനുള്ളത്? അവന്റെ പെങ്ങളുണ്ടെങ്കിലും എന്റെ സൈഡിൽ വന്നിരുന്ന ഞാൻ അത്രേ ഉള്ളൂ. അല്ല, അത് കൂടുതലില്ല. മനസ്സിലായല്ലോ? പക്ഷെ നല്ല വേറെ കാര്യമുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് പറയുന്ന പോലെ നല്ല കമന്റുകളും ഉണ്ട് കേട്ടോ. നല്ല കമന്റ് ഓജി സൂപ്പർ, ഓജി പോളി, തീ ചിഹ്നം, ലവ് ചിഹ്നം ഒക്കെ വരുന്നുണ്ട്. അതാ പറയണേ, അവന്റെ മൈൻഡ് അങ്ങനെ പോണേ. അവന്റെ സിസ്റ്റർ ആണെങ്കിൽ അവൻ അങ്ങനെ പറയൂ. അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എന്നാലും ഇത്രയും ലേഡീസ് ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാവുന്നു? അതൊരു ചോദിച്ചിട്ടുമാണ്. ലേഡീസ് ഫ്രണ്ട്സ് പോലെ ജെന്റ്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ല, ലേഡീസ് ഫാൻസ് എന്നാ ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സ് ഒന്നുമല്ലല്ലോ, ഞാൻ ഫാൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ എനിക്ക് തോന്നുന്നത് എന്താ സുനിലേട്ടന്റെ ഈ വീഡിയോസിലൂടെയൊക്കെ ആർജിച്ചെടുത്ത് ഈ ഫാൻസ് പവർ ആണോ ഇത്? സോഷ്യൽ മീഡിയക്ക് മുമ്പ് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ എന്താ രഞ്ജിനി അല്ലെങ്കിൽ ഈ ഇപ്പം അഞ്ജന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ റീൽസ് കാണുന്നു. അതെങ്ങനെ വന്നു വിട്ടതാ? അതൊക്കെ വന്ന് ഇങ്ങനെ വന്നു പോണേ. അതേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ റീൽസിനൊക്കെ പോകുന്നതേ ഉള്ളൂ, അല്ലാതെ വ്യക്തിബന്ധങ്ങളൊന്നും അങ്ങനെ. രഞ്ജിനിയുമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ കേട്ടത്. 2 രഞ്ജിനിമാരായിട്ട്. 2 രഞ്ജിനിമാരെന്ന് പറയുമ്പോൾ രഞ്ജിനി ജോസും. രണ്ടുപേരായിട്ട് നല്ല ബന്ധമാണ്. അതിൽ ഈ വളരെ സാമ്പത്തികമായിട്ട് പ്രശ്നത്തിൽ നേരിട്ട സമയത്ത് രഞ്ജിനി ഹരിദാസ് വള ഊരി തന്നിട്ടുണ്ട് കഥ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണ്. ഉണ്ട്, പിന്നെ സഹായിച്ചിട്ടുണ്ട്. 100% ഉണ്ട്. ആ ഒരു ആത്മബന്ധം എന്നും അപ്പം നിലനിൽക്കുകയും ചെയ്യും അല്ലേ? പിന്നെ അത് പണ്ടുള്ള ബന്ധമാണ്, കാരണം ആ സമയത്തുള്ള ഇതല്ല. അതേ ഉള്ളൂ. അല്ല, ഞാൻ പഴയ കുറെ ഫോട്ടോസ് ഉണ്ട്. ചുള്ളനായിരുന്നല്ലേ പണ്ട് തൊട്ടേ. അതുകൊണ്ടാണല്ലോ ഫാൻസ് ഉള്ളത്. ഫാൻസ് പവർ നമുക്ക് ഇന്നും കുറവില്ല. ഡബിൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിലനിൽക്കുക ഇന്നും ഫാൻസ് പവറിൽ. അത്രേ ഉള്ളൂ. ഇത്തിരി മുടിയൊക്കെ പോയിട്ടുണ്ട്. മുടി പ്ലാൻ ചെയ്യണമെന്ന് വിഗൊക്കെ വെക്കാനായിട്ട് എല്ലാവരും പറയാം. ഞാൻ ഇല്ല, അതിന്റെ ആവശ്യം അല്ല. മുടി അനുമാത്രമൊന്നും പോയിട്ടൊന്നുമില്ല. ഉള്ളു കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ഉള്ളു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ, വലിയ വലിയ എല്ലാവരും ആണല്ലോ മുടി പ്ലാൻ ചെയ്യണത്, ഇത് ചെയ്യുന്നത്, കറപ്പിക്കുന്നത്, ഇത് അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ പരിപാടികളുണ്ടല്ലോ. അപ്പം നമുക്കിപ്പം ആളിന്ന് ലുക്കല്ലേ, ലുക്കിന് ആ സാധനം കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ കുറെ നാളായിട്ട്. ഏലാമ്പേ അതെന്ത് പറ്റി? അതിനുള്ള കുടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വളരെ അപൂർവമാണ്. അതെ, ഇപ്പം ബ്ലോഗിലും വളരെ കുറവാ, ഭയങ്കര കുറവാ. സത്യം പറ. ഡോക്ടർ വല്ലതും പറഞ്ഞോ വേണ്ട നിർത്തിക്കോ എന്ന് പറഞ്ഞില്ല? ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? ഹെൽത്ത് ഈസ് വെൽത്ത്. ആ ഹെൽത്ത് ഒന്ന് ഇത്. ഇനിയിപ്പം ഞാൻ ഒരു 3 ദിവസം ഞാൻ US ചികിത്സ അങ്ങനെ US അവിടെ ഫുട്ബോൾ നടക്കുകയല്ലേ. ഓക്കെ. ഇത് കാണാൻ വേണ്ടി ഞാനോർത്തു അല്ലാതെ തന്നെ പോകുന്ന ആളല്ലേ. അപ്പൊ ഇപ്പൊ ലൊക്കേഷൻ ഹണ്ടിങ് വേൾഡ് കപ്പ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുടിക്കാതിരിക്കാൻ പറ്റൂല, ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതും കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നിർത്തും. അത്രേ ഉള്ളൂ. ഇങ്ങനെ എത്ര നിർത്തിയിട്ടുണ്ട്? എത്രയോ പ്രാവശ്യം നിർത്തും, അടിക്കും. 3 കൊല്ലം 4 കൊല്ലം ഒരൊറ്റടിക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ വളരെ അതിന്റെ ഒരു അനുഭവം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഹറാമാണ്. ചിലർ അതിന് ഹരം എന്ന് പറയാറുണ്ട്, HARAM. ചിലർ ഹരം എന്ന് പറയും, ഞങ്ങൾ ചിലർ ഹറാം എന്ന് പറയും. ഗുണ്ട തലവൻ എന്നൊരു പേരും കൂടി പലരും ചാർജ് തരാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ആരുമായിട്ട് ഇടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നൊരു ഇടിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുകയല്ല, ഒരാൾക്കിട്ട് ഒരു ഇടി കൊടുക്കേണ്ടി വന്നിട്ടില്ല. കൺഫേം. എങ്കിലും ഒരു കശപിശ പോലും ഉണ്ടാണ്ട് വന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതൊന്നുമില്ല. അല്ലാതെ ഒരു ബിസിനസ് രീതിയിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സെറ്റിൽമെന്റ് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
അതുകൂടെ പരിപാടിയൊന്നും തന്നെ ചെയ്തില്ല, സെറ്റിൽമെന്റ് പരിപാടികളൊക്കെ ഒന്നും പോയിട്ടില്ല. ഈ വലിയ നമുക്ക് ചേരുന്ന പരിപാടിയല്ല അല്ലേ? നമുക്ക് ഇങ്ങനെ ചെറിയ ചില്ലൊക്കെ അടിച്ച് ഏലാമ്പയൊക്കെ പറഞ്ഞ് അല്ലെ അങ്ങനെ അങ്ങ് പോകണം മുന്നോട്ട്. അത്രേ ഉള്ളൂ. ജീവിക്കുന്ന അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കാം, അത്രേ ഉള്ളൂ. അതെ, അതാണ് ഈ ഇന്റർവ്യൂയിലൂടെ എനിക്ക് തോന്നുന്നത്. ഇച്ചിരി കൂടി സുനിലേട്ടൻ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വളരെ ചുമ്മാ നൈസായിട്ട് ഒരു ടോക്ക് ടീവ് പോലെ ഇങ്ങനെ സംസാരിച്ച് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോയിട്ടുണ്ട്. ദ റിയൽ ക്യാരക്ടർ അല്ലേ? ദ റിയൽ ക്യാരക്ടർ വന്നിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റീൽ അല്ല റിയൽ എന്ന്. ആണോ? അതായത് ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആണ് ഞാനിപ്പം എന്താ പറയണേ, എന്തിട്ട് ചട്ടിട്ട് അല്ലാണ്ട് അതിന് മേക്കപ്പ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എന്തിട്ടാലും അതപ്പം തന്നെ റീലാണ് എനിക്ക്. അല്ലാണ്ട് ഞാൻ പോയി അത് മേക്കപ്പ് ഇടാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഇതിനോ ഒന്നുമില്ല. വാട്ട് എവർ ഇറ്റ്സ് ഓർഗാനിക്. അതെ, എൻ്റെ റീൽസും റിയലാണ്. റിയൽ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഒരടി നമ്മൾ മുന്നോട്ട് പോകുകയല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കൂടുതൽ സൃഷ്ടിക്കാനൊന്നുമില്ല അല്ലേ? വലിയ പ്രൊപ്പഗാൻഡ ഒന്നുമില്ല. നമുക്ക് ഇന്ന പോലെ നമ്മൾ ചിത്രീകരിച്ച് വെച്ചിട്ട് വലിയ പുണ്യാളൻ പട്ടം ഒന്നും നമുക്ക് ചാർജ് തരേണ്ടൊന്നും വേണ്ട. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെയൊക്കെ തന്നെ അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഒരെണ്ണം അടിക്കുവോ? ഇല്ല, ഇല്ല. ഇനി ഞാൻ US ബിയർ അടിച്ചിട്ട് ഞാൻ ഒരെണ്ണം പോസ്റ്റ് ചെയ്യാം. ഞാൻ നിർത്തി, പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. അല്ല, ബിയർ US മറ്റന്നാ മിക്കവാറും തിങ്കളാഴ്ചക്കുള്ള ഞാൻ യുഎസിലെത്തും. അവിടെ എത്തി 2 ബിയറൊക്കെ അടിച്ച് കളിയെല്ലാം കണ്ട് അന്ന് ആരാ കൂടെ ഉണ്ടായിരിക്കുന്നത്? ലേഡീസ് ഫ്രണ്ട്സ് കൺഫേം. ഒന്നെന്റെ മകളുണ്ടാവും. അപ്പൊ അതുപോലെ ഈ സെലിബ്രിറ്റീസിൽ വളരെ ആത്മബന്ധം ഉള്ള ആൾക്കാര് ആരാ വേറെ? ഈ രഞ്ജിനി പോലെ തന്നെ കൂട്ടി വായിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിഗ് ബിയിലെ നമ്മുടെ ജിനു ചേട്ടനുമായിട്ട് ഭയങ്കര. ഞാൻ ജിനുവിന്റെ ഫാദറിന്റെ ഫ്രണ്ടാ, ബേബി ചേട്ടൻ. ശരി. അത് കഴിഞ്ഞ് അവന്റെ ചേട്ടനുണ്ട് ജോമോൻ ഫ്രണ്ട്, ജിനു ഫ്രണ്ട്. അങ്ങനെ വേറെ ആരാണ് വളരെ അടുത്ത ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന സെലിബ്രിറ്റീസ് സിനിമയിലെ? ഒരാളെ എടുത്തു പറയാൻ പറഞ്ഞാൽ സുരേഷ് മേനകയുടെ സുരേഷ് ചേട്ടൻ. ഓക്കെ എന്റെ വളരെ അടുത്ത വളരെ ആത്മബന്ധമുള്ള ആളാണല്ലേ? അത് പണ്ട് തൊട്ടേ ഉള്ള. അപ്പൊ ക്ലീശ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. മമ്മൂട്ടിനെയാണോ മോഹൻലാലിനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാലോ? എനിക്ക് രണ്ടുപേരും അതേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് തിലകൻ ചേട്ടനെ ചോദിച്ചാൽ പറയും ഒന്നൊന്നര നാടനാ, പകരം വെക്കാനില്ല. കബീർ പൊന്നമ്മയും തിലകൻ ചേട്ടനും, ഇത് രണ്ടുപേർക്ക് പകരം വെക്കാൻ ഒരു മനുഷ്യനില്ല. അത്രേ ഉള്ളൂ. ചെമ്മിത്തിലുമായിട്ടൊക്കെ നല്ല കണക്ഷനാണോ? ബന്ധങ്ങളുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. ഷമ്മയായിട്ടൊന്നും എനിക്ക് അങ്ങനെ ശോഭിത്തിലുമായിട്ടായിരിക്കും എനിക്ക് അങ്ങനെ ബന്ധങ്ങളില്ല. ചേട്ടനായിട്ട് അറിയായിരുന്നു, അത് ആത്മബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു റിലേഷനായിരുന്നു. ദിലീപേട്ടനൊക്കെ ആയിട്ട് ആലുവാക്കാരനാണ്, തൊട്ടടുത്തടുത്ത് കിടക്കുന്ന. എങ്ങനെയാ കണക്ഷനും? അറിയാം, അവരൊക്കെ ആയിട്ട് അറിയാം. ഇവിടെ കൊച്ചിയിലുള്ള എല്ലാവരും അങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. പിന്നെ VD സതീശൻ സാറുമായിട്ടോ സ്കൂളിൽ പഠിച്ചാണ്? എൻ്റെ അമ്മയായിട്ടാണ് കൂടുതൽ ബന്ധം, ഞാനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പഠിപ്പിച്ച അങ്ങനെ അതാണോ സ്കൂളിൽ വെച്ചോട്ടുള്ള ബന്ധങ്ങളല്ലേ? നമ്മൾ പിന്നെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഹലോ. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കാം, എന്താണെന്ന് ചോദിക്കണമല്ലോ. VD സതീശനാണോ പിണറായി വിജയനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആരെ പറയും? ഒരാളെ പറയാൻ പറഞ്ഞാൽ. പൊളിറ്റിക്സ് ഇല്ലല്ലോ എനിക്ക് അതിനകത്ത്. എനിക്ക് അറിയാവുന്നത് VD സതീശനെ എനിക്ക് അറിയാവുന്നത്, പിണറായി വിജയനെ എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ സോഫ്റ്റ് കോർണർ അങ്ങനെ ഒരു ഇതല്ല തീർച്ചയായിട്ടും. ബിക്കോസ് VD സതീശൻ എന്ന് പറയുമ്പം എനിക്ക് 10-50 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ യെസ്, ഓഫ് കോഴ്സ്. അല്ലാണ്ട് ഒരു പേഴ്സണൽ. പിന്നെ അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. വിജയ് മല്യയായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ കഥ? വിജയ് മല്യയായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. വിജയ് മല്യയുടെ വീട്ടിൽ ഞാൻ സ്ഥിരം പോകുമായിരുന്നു. സ്റ്റെപ്പ് ബ്രദർ എൻ്റെ പാർട്ട്ണറായിരുന്നു. പാർട്ട്ണറായിരുന്നു. വിജയ് മല്യ ഞങ്ങളുടെ റേസിംഗ് അസോസിയേഷന്റെ ചെയർമാൻ ആയിരുന്നു. ഞങ്ങൾ 16 പേരായിരുന്നു മെമ്പർ. അതിന്റെ ചെയർമാൻ ആയിരുന്നു വിജയ് മല്യ റേസിംഗ്. അപ്പം വിജയ് മല്യയുടെ വീട്ടിൽ സ്ഥിരം ഞങ്ങൾക്ക് ഡിന്നറും ബഹളമെല്ലാം ഉണ്ടാവും. അങ്ങനെ സ്ഥിരം നല്ലൊരു ബന്ധം. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ വിജയ് മല്യ? ഒരു വേറെ ലെവൽ മനുഷ്യൻ.
വേറെ ലെവൽ മനുഷ്യനാണ്. വേറെ ലെവൽ അതൊരു ഏത് ലെവലാ? ബിസിനസ് പുള്ളിക്ക് എന്തുണ്ടെങ്കിലും അത് ആ ബിസിനസ്സിലൂടെ പോകും. പുള്ളിയുടെ ഒപ്പം വേണമെങ്കിൽ 5 പെണ്ണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു കളർഫുൾ ഇതാണ്, മൈൻഡ് സെറ്റാണ് അത്. ഈ തകർന്ന് അവസാനം നാട് വിട്ടു പോണ്ട് UK പോയി സെറ്റിൽ ആകേണ്ട ഒരു സാഹചര്യം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ പൊട്ടുമ്പം ആ ബിസിനസ്സുകാരനെ നമ്മൾ എന്താ പറയണേ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പുള്ളി അതേപോലെ ഞാനെപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ബിസിനസ് ഈസ് എ ഗുഡ് ബിസിനസ് മാൻ. പക്ഷെ പുള്ളി പുറകെ ആരോഗ്യ ചവിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഇഷ്ടംപോലെ സ്റ്റോറീസ്. ഓൾവേസ് ഒരു ബിസിനസ്സുകാരൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഒന്ന് ബാക്ക് ചെയ്ത് മുകളിലേക്ക് ആക്കി അയാൾ രണ്ടാമത് വരും. ജീവിതത്തിൽ എന്താ അതുപോലെ എന്തെങ്കിലും ശത്രുക്കളും വല്ലതും ഉണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്കാരോടും ശത്രുതയില്ല. പക്ഷെ നമ്മളോട് പലരും ശത്രുത കാണിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇപ്പൊ വരുന്ന അലിഗേഷൻസ് ഏക്കില്ലല്ലോ. അതൊന്നും എന്നെ ഏക്കാൻ പോകുന്നില്ല. നമ്മുടെ രോമത്തിൽ തൊട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പം ഈ ഇത്തരത്തിൽ ഇനി 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 കാരണം ഇങ്ങനെയാണ് ഈ കൊച്ചി, അല്ലെങ്കിൽ കൊച്ചി എന്ന് വേണ്ട കേരളം, ഇങ്ങനെയാണ് യുവതലമുറ പോകുന്നതെങ്കിൽ എന്തായിരിക്കും ഒരു ഭാവിയായിട്ട്? അതിനിപ്പം അങ്ങനെ പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും. അതെ, അല്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരും കുറ്റപ്പെടുത്തും. ജൻസി പിള്ളേർ അല്ലെങ്കിൽ യുവാക്കൾ വലിയ രീതിയിൽ കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ ആശിഷ് ഓയിൽ അടിക്കുന്നു, അല്ലെങ്കിൽ ഈ MDMA വലിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ MDMA വലിക്കുന്ന, ഈ കഞ്ചാവ് വലിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പോകുന്ന ഇവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയാണല്ലോ ഇവർ ചെയ്യുന്നത്. ആ എന്റർടൈൻമെന്റിന് വേണ്ടി നല്ലൊരു കളിയിടങ്ങളുണ്ടോ കേരളത്തിൽ? എവിടെയാ ഉള്ളത്? ടർഫിൽ 150-200 രൂപ വെച്ച് കൊടുത്തു വേണം കളിക്കാൻ. അതിനുള്ള പാങ്ങ് എല്ലാ മലയാളി കുട്ടികൾക്കും ഉണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഈ കളിയിടങ്ങൾ സൃഷ്ടിക്കേണ്ടതല്ലേ ഈ ഗവൺമെന്റ്? കളിയിടങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ പണ്ടൊക്കെ എല്ലാ സ്കൂളിന്റെ ഗ്രൗണ്ട് ഓപ്പൺ ആണ്. നിങ്ങളുടെ പഴയ കാലത്തിലേക്ക് സംസാരിച്ച നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഗ്രൗണ്ടാണ്. വൈകുന്നേരം ആകുമ്പം എന്തായാലും ഗെയിംസ് അവിടെ ഉണ്ടാവും. വോളിബോൾ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവിടെ ഉണ്ടാവും. ഇന്നിപ്പം നമുക്ക് കയറാൻ തുടങ്ങി ടർഫാണെങ്കിൽ വേറെ ഏത് ക്ലബ്ബാണെങ്കിലും പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. സോ ഗവൺമെൻറ് ഹാസ് ടു ഇംപ്ലിമെൻറ്റ് ഓപ്പൺ സ്കൂൾ ഗ്രൗണ്ട് എല്ലാത്തിനും. അത് പബ്ലിക്കിന് തുറന്നു കൊടുക്കാനും അവരെ അട്രാക്റ്റ് ചെയ്ത് അവിടെ ഒരു ഗെയിംസിലേക്ക് പോകാനും ഉള്ളൊരു സംവിധാനം അത് ഭയങ്കര നെസസറിയാണ് ഇപ്പം. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോണിൽ പിടിച്ചിരിക്കും, ഒരാളും ഇറങ്ങത്തില്ല. അതെ, എല്ലാവരും വീടിൻ്റെ ഉള്ളിലാണ്. ആ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പിന്നെ അടുത്ത പണി. സോ യു ഹാവ് ടു പുൾ ദം ഔട്ട്. വേറൊരു വഴി, പുൾ ദം ഔട്ട്. വേറൊരു വഴിയില്ല. അതാ എന്താണ് വഴി? നത്തിങ് എൽസ്. ഇനിയും കുറച്ചും കൂടി ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വരികയാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് വന്നു. അതാ, അപ്പോൾ ഇപ്പോഴേ പുൾ ദം ഔട്ട്. നമ്മുടെ സിസ്റ്റം ആയിരുന്നു. ഒരു പണ്ടൊക്കെ എല്ലാവരും വൈകുന്നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റ്ലീസ്റ്റ് ഫുട്ബോളാണെങ്കിലും എന്താണെങ്കിലും ഒരു വൈകുന്നേരം 7 മണി വരെ എല്ലാവരും കൂടി ഒന്നിച്ച് കളിയും ബഹളവും അത് ഇതും. ഇന്നുണ്ടോ? ഇല്ല, വളരെ കുറഞ്ഞു. അതാ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന എല്ലാവരും ഫോണിലായി, സംസാരിക്കാൻ സമയമില്ല. സോ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിന് പോവുകയാണെങ്കിലും വണ്ടിയിലിരിക്കുന്ന 3 പേര് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. പുറത്തെന്താ നടക്കണമെന്നോ എന്താ അതിൻ്റെ നാച്ചുറൽ നേച്ചർ എൻജോയ് ചെയ്യുന്ന ആരുമില്ല. സാഡ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കണം. അതിപ്പം നമ്മുടെ ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്, തൂഫാൻ വന്നിട്ടുണ്ട്. തൂഫാൻ വരണതിനൊപ്പം തന്നെ ഇതെങ്ങനെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അല്ല ഇവർ ഏറ്റവും വലിയ വിറ്റാന്നറിയോ, എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തും. എന്തെങ്കിലും ഗുണം അതുകൊണ്ട് ഉണ്ടാവുന്ന സാറിന് തോന്നുന്നുണ്ടോ? എന്താ ചൊല്ലിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഗുണം ബോധവൽക്കരണ ക്ലാസ് കൊണ്ട്? കോമഡി അല്ലേ അത്? ഭയങ്കര കോമഡി അല്ലേ? ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, അതായത് എന്താ പറയുക, കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഗുണമില്ല. അത് ഗവൺമെന്റിനോട് നമ്മൾ തന്നെ ആവശ്യപ്പെടുകയാണ്. ബോധവൽക്കരണ ക്ലാസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഗതി ഇതിൽ കൊണ്ടുവരിക. ഏറ്റവും പ്രധാനപ്പെട്ട കളിയിടങ്ങൾ, പുതിയ കളിയിടങ്ങൾ സൃഷ്ടിക്കുക, വിദ്യാർത്ഥികളെ സ്പോർട്സിലേക്ക് കൂടെ അടുപ്പിക്കുക, എന്റർടൈൻമെന്റ് എന്തെങ്കിലും കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്.
അത് പഞ്ചായത്ത് ലെവൽ മുതൽ അങ്ങനെയൊക്കെ തുടങ്ങണം. അത് ശരിക്കും സ്പോർട്സ് മിനിസ്ട്രിയും അതേമാതിരി ഈ പറഞ്ഞ ഹോമും എല്ലാവരും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എഡ്യൂക്കേഷണൽ മിനിസ്റ്ററും എല്ലാവരും കൂടി വെച്ചിട്ട് അതിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ഡീവിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഓഫ് കോഴ്സ് പ്ലാനിങ് ഉണ്ടാവുമായിരിക്കും അവർക്ക്. അല്ലാണ്ട് ഇത് കുറേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈ ഉണ്ടാവണം. അല്ലാണ്ട് അത് എനിവേ സോ നമ്മുടെ പുതിയ ഭരണമാണല്ലോ, ചെയ്യട്ടെ, നല്ല കാര്യം. ഇതുപോലെ തന്നെ ഇത് കൂട്ടി വായിക്കേണ്ടതാണ്. നമ്മൾ ഈ പുരോഗമനവാദം അല്ലെങ്കിൽ ഈ ഡ്രഗ്സിനൊക്കെ എതിരായിട്ട് പറയുന്നവർ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നെഗറ്റീവ് അല്ല അതുകൊണ്ട് അതിനോട് കൂട്ടി വായിച്ച് തന്നെ ഒരു വളരെ വസ്തുതാപരമായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടത്. ഈ നമ്മൾ അത് സുനിലേട്ടൻ കൂടുതൽ റീൽസ് ചെയ്യുന്നത് ഈ മദ്യപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ അല്ല, കുറച്ച് നാൾ മുമ്പ് വരെ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പിള്ളേരുടെ ഇടയിൽ ഇത് കൊള്ളാം, ഇതൊന്നും അടിച്ചു നോക്കണല്ലോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? അതായത് സുനിലേട്ടാ ഇന്ന പോലെ ഇത് ഇല്ല, ഞാൻ കോക്ടെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോക്ടെയിൽ മിക്സ് ചെയ്യാൻ ഞാൻ കോക്ടെയിൽ മിക്സ് ചെയ്യും. ഇന്നലെ ഞാനൊരു കോക്ടെയിൽ വെറുതെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ദുബായിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് ഒരു കോക്ടെയിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ വേഗം വീടിൻ്റെ അവിടെ നിൽക്കുന്ന കറുകയുണ്ടല്ലോ, കറുകയുടെ ഇല പൊട്ടിച്ചെടുത്തു. അതേമാതിരി കുറച്ച് കുരുമുളക് ഇടിച്ച് കറുകയിലും കുരുമുളക് ഇട്ടിട്ട് ഒരു ചെമ്പരത്തി പൂവ് പൊട്ടിച്ചിട്ട് ആ ചെമ്പരത്തി പൂവിൻ്റെ ഒരു ഇതിട്ട് അത് ഒരെണ്ണം ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കി ഒരെണ്ണം ഡ്രൈ ആയിട്ട് ഭയങ്കര സൂപ്പർ ഡൂപ്പർ സാധനമായിരുന്നു. അതിനെന്താ, അത് മിതമായിട്ട് അടിച്ചാ പോരെ? ആരെങ്കിലും 10 പെഗ് അടിക്കാൻ പറയുന്നില്ല. അത് നമ്മളതൊരു ഒരു സിപ്പ് ചെയ്ത് ഒരു പെഗ് 2 പെഗ് അടിച്ചാൽ അത് നല്ലതുമാണ്. ആപ്പിറ്റൈറ്റ് നമ്മൾ അതാ ആലോചിക്കണ്ടേ. നമ്മൾ ഇരുവണ്ണം അടിക്കാനില്ല. അല്ല, ഈ സാധനം വല്ലപ്പോഴും അടിക്കുന്ന ശരീരത്തിന് നല്ല എന്ന് പറയുന്നുള്ള എല്ലാ ദിവസവും അടിച്ചു അത് നല്ലതാണ്. ഒരു പെഗ് അല്ല, പി സി ജോർജ് ഒരെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങിയ ഏറ്റവും നല്ല ശരീരത്തിന് അതാണ്. ശരിക്കും 1 or 2 പെഗ്സ് വിസ്കി ഭയങ്കര നല്ലതാണ്. അത് ആരോഗ്യം. അല്ലാണ്ട് 20 പെഗ് അടിക്കണ്ടേ. അത് ജസ്റ്റ് ഒരു ലിമിറ്റഡ് 30 അടിച്ചാൽ ഭയങ്കര നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ ബഹളം എല്ലാത്തിനും. ഇപ്പോൾ വൈൻ എല്ലാ ദിവസവും കുടിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ സ്കിൻ ലോട്ട് ഓഫ് പീപ്പിൾ. സോ അതിൻ്റെ നല്ല വശമുണ്ട്. അത് കൂടുതലാകുമ്പോഴാണല്ലോ പ്രോബ്ലമാണ്. അപ്പോൾ അതിനൊന്നും നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. പിന്നെ നമ്മൾ ഇനിയും ചെയ്യും. അത്രേ നമ്മളെ തൊപ്പിക്കാൻ മനസ്സിന് പറ്റിയ ഒരാളുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല. അല്ല, എനിക്ക് എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. സൗകര്യമുള്ള കണ്ടാൽ മതി. ഇല്ലാത്ത ബ്ലോക്ക് ഞാൻ അതിനകത്ത് വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഞാൻ യാതൊരു അതിനകത്തൊരു ഇല്ലീഗലായിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞങ്ങൾ എൻജോയ് ചെയ്യണം. അത് നമ്മൾ എടുത്ത് റീലായിട്ട് ഇട്ടു. അതല്ലേ, അല്ലാതെ നമ്മളൊരു we are not doing any gundism or any negativity or we are not telling against anyone. We are just having our fun. അത്രേ ഉള്ളൂ. അതും പബ്ലിക്കിന് വേണ്ടി കാണാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂ എടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ഒന്നും ചെയ്യാൻ പറയുന്നുമില്ല. അതെ, വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർ അത്രേ ഉള്ളൂ, കാണുകയും ചെയ്യണ്ട. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒന്നുമല്ല.